ശ്യാമ പാടുന്നത് അഖിൽ നേരിട്ട് കേൾക്കുന്ന ഒരു അപ്കമിങ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഒരു ദിവസം ഓഫീസിലേക്ക് പോയ അഖിൽ ഒരു ഫയൽ എടുക്കാൻ മറന്ന് തിരിച്ച് വീട്ടിലേക്ക് വരാണ്. ആ സമയത്ത് കുളിക്കാൻ കയറിയ ശ്യാമ പാടുന്നത് കേൾക്കാണ് അഖിൽ. അപ്പോൾ അഖിൽ റൂമിലേക്ക് വന്ന് വിസ്മയുടെ ശബ്ദത്തിലുള്ള പാട്ട് കേട്ട് കാതോർക്കാണ്. ബാത്റൂമിൽ ആരോ ഉണ്ടെന്ന് മനസ്സിലാക്കിയ അഖിൽ, ശ്യാമ തന്നെയാണല്ലോ ഞാൻ ഓഫീസിൽ പോകുമ്പോൾ കുളിക്കാൻ കയറിയത്, അപ്പോൾ ശ്യാമയാണോ പാടുന്നത്? വിസ്മയുടെ അതേ ശബ്ദം, നല്ല രസമുണ്ട് കേൾക്കാൻ എന്നും പറഞ്ഞ് അഖിൽ ആ പാട്ട് റെക്കോർഡ് ചെയ്യാണ്. എന്നിട്ട് മനസ്സിൽ വിചാരിക്കാണ്, ശ്യാമ ഇത്രയും നന്നായി പാടോ, പിന്നെ എന്തിനാ എന്നോട് കള്ളം പറഞ്ഞത്? അപ്പോൾ അഖിലിന് ഒരു സംശയം തോന്നാണ്. മുമ്പ് ഒരിക്കൽ ഒരു വീട്ടിൽ ചെന്നപ്പോഴും വിസ്മയുടെ ശബ്ദത്തിൽ പാട്ടുണ്ടായിരുന്നു, പക്ഷേ അന്ന് അത് റെക്കോർഡ് ചെയ്ത് വെച്ച പാട്ടാണ് എന്നാണ് എന്നോട് പറഞ്ഞിരുന്നത് എന്ന് പറയാം. അന്നും ശ്യാമ അവിടെ ഉണ്ടായിരുന്നു. വിസ്മയുടെ കൂടെ എല്ലാ പ്രോഗ്രാമിനും ശ്യാമയും പോവാറുണ്ട്. ഇതിൽ എന്തോ ഒരു ചതി ഉണ്ടെന്ന് മനസ്സിലാവാണ് അഖിലിന്. അവിടെ നിന്ന് ശ്യാമയോട് ഒന്നും പറയാതെ വിസ്മയുടെ അടുത്തേക്ക് ചെല്ലാണ്. അവിടെ എത്തുമ്പോൾ അരുന്ധതിയും വിസ്മയയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട്. ശ്യാമയെ അഖിലിന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കി എൻ്റെ മകളെ ആനന്ദനീലത്തിലെ മരുമകളാക്കണം, അഖിലിൻ്റെ ഭാര്യയാക്കണം എന്നൊക്കെ മനക്കോട്ട കെട്ടാണ് അരുന്ധതി. ആദ്യം അഖിൽ വിസ്മയോട് സ്നേഹത്തോടെ പറയാണ്, വിസ്മയ എനിക്ക് വേണ്ടി ഒരു 2 വരി പാട്ടൊന്ന് പാടാൻ. അപ്പോൾ വിസ്മയ ഒഴിഞ്ഞു മാറുന്നുണ്ട്. വിസ്മയയെ കുറെ നിർബന്ധിക്കുന്നുണ്ടെങ്കിലും വിസ്മയ പാടാൻ കൂട്ടാക്കുന്നില്ല. അങ്ങനെ ഇരിക്കെ അഖിൽ വിസ്മയോടും അരുന്ധതിയോടും പറയാണ്, ഒരു ഓഫീസിൽ ഒരു പ്രോഗ്രാം ഉണ്ട്, അതിന് നിർബന്ധമായും വിസ്മയുടെ പാട്ട് വേണം. അപ്പോൾ മനസ്സില്ലാ മനസ്സോടെ വിസ്മയയും അരുന്ധതിയും അത് സമ്മതിക്കാണ്. അങ്ങനെ ഓഫീസിൽ പ്രോഗ്രാമിൻ്റെ ദിവസം ആവാണ്. അഖിൽ ഓരോ കാര്യത്തിനും വേണ്ടി ഓടി നടക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ ഇനി പാട്ട് പാടാൻ എന്താ ചെയ്യുക എന്ന് ആലോചിക്കാണ് വിസ്മയയും അരുന്ധതിയും. അപ്പോൾ അരുന്ധതി പറയുന്നുണ്ട്, ശ്യാമയെ ഭീഷണിപ്പെടുത്തി തന്നെ വരുത്തിക്കാമെന്ന്. അങ്ങനെ ശ്യാമയെ ഓരോന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താണ് അരുന്ധതി. ഒടുവിൽ വരാമെന്നും പറഞ്ഞ് ശ്യാമ സമ്മതിക്കാണ്. ശ്യാമ അഖിലിനോട് പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ട് സാറിൻ്റെ ഓഫീസിൽ പ്രോഗ്രാമിലേക്ക്. അപ്പോൾ അഖിൽ പറയാണ് ശ്യാമയോട് വരാൻ വേണ്ടി. ശേഷം വിസ്മയയ്ക്ക് പാടാൻ വേണ്ടി സ്റ്റേജൊക്കെ ഒരുക്കാണ് അഖിൽ. അങ്ങനെ വിസ്മയ പാടുന്ന സമയം ആകുമ്പോൾ ശ്യാമ അവിടെ നിന്ന് മാറി ഗ്രീൻ റൂമിലേക്ക് പോവാണ്. ഇത് കണ്ട് അഖിലും ശ്യാമയുടെ പിന്നാലെ പോകുന്നുണ്ട്. അങ്ങനെ ശ്യാമ അവിടെ നിന്ന് മൈക്കിൻ്റെ മുമ്പിൽ വെച്ച് പാടാണ്. ആ സമയത്ത് അഖിൽ അത് വീഡിയോ എടുക്കുന്നുണ്ട്. ശേഷം ശ്യാമയെ കാണാതെ അഖിൽ അവിടെ നിന്ന് പോവാണ്. അഖിൽ അറിയാത്ത എന്തൊക്കെയോ ഒരു രഹസ്യം ഇതിന് പിന്നിൽ ഉണ്ടെന്ന് അഖിൽ മനസ്സിലാക്കാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, കൂടി സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്